ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ AR റഹ്മാനുമായിട്ടുള്ള വിവാദം ഇങ്ങനെ കത്തിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് റാണി മുഖർജി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബോളിവുഡ് എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ നശിപ്പിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് നല്ല രീതിയിൽ പോകുന്ന ഒരു സിനിമാ മേഖല തന്നെയാണ്. പക്ഷെ അവിടെ യോഗ്യത പ്രധാനമാണ്. അത് മാത്രവുമല്ല, എൻ്റെ കൂടെ ഞാനൊരു കൂട്ടിച്ചേർക്കലും കൂടി, മര്യാദ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, മറ്റൊരാളെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഈ വലിയ ജാടയിൽ നടക്കാതിരിക്കുക, ഇതെല്ലാം വേണം ഒരു മനുഷ്യന് വിജയിക്കണമെങ്കിൽ. ഇന്നൊക്കെ ജാടക്കാരനായിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യണോ? ഒരാൾ പോകുമ്പോഴും 4 സെക്യൂരിറ്റി, 4 ആൾക്കാർ വേറെ, ഇതൊക്കെ ഉണ്ടാവണം. പക്ഷെ അതുപോലെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളോട് നല്ല രീതിയിലുള്ള സ്നേഹമായിരിക്കണം. അതുമാത്രമല്ല, അത്യാവശ്യം പ്രോഗ്രാമിനൊക്കെ വിളിച്ചാൽ പോകണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ പണ്ടൊരു സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്, വിജയിൻ്റെ ഒരു സിനിമ അത് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ മലയാളിയായ സിദ്ദിഖാണ്. അപ്പൊ സിദ്ദിഖിനും വിജയ്ക്കും എല്ലാം ഒരു ആഗ്രഹമുണ്ട്, റഹ്മാനെ കൊണ്ട് ഒരു പാട്ട് ചെയ്യിക്കണം എന്ന്. അങ്ങനെ നമ്മുടെ അപ്പച്ചൻ സാറ് പോയിട്ട് പറഞ്ഞപ്പോഴും പറഞ്ഞു 1 കോടി അല്ലെങ്കിൽ 1.5 ഇങ്ങനെയാണ് കണക്ക് പറയാ. അപ്പൊ അതുണ്ടെങ്കിലും മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഒരു മലയാളിയാണ്, ഒരു മലയാള സംവിധായകനാണ് വന്നത്, അല്ലെങ്കിൽ എനിക്കും ഒരു മലയാളത്തിൽ ഒരു വേരുള്ളതാണ് എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്നൊക്കെ ഇത് ചെയ്യാനും ചെയ്യിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ലടോ. ഇന്ന് അങ്ങനെയൊന്നും ആൾക്കാരില്ല. അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ വലിയ ജാടയാണ്, ഇത്ര കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടെയായിരുന്നു വേറെ ആൾക്കാരെ നോക്കി പോകും അവര്. അതുമാത്രമല്ല, ഇന്നത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. പണ്ട് എന്ന് പറഞ്ഞ ഈ കഴിവിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഇന്ന് കഴിവുകളെല്ലാം ഈ സോഷ്യൽ മീഡിയ വന്നോട് കൂടിയിട്ടാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുകൾ കാണിക്കാൻ പറ്റും. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കാണും, അങ്ങനെ അവരെ വിളിക്കും, അവർക്ക് അവസരങ്ങൾ കിട്ടും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെടുത്തു കഴിഞ്ഞാൽ പിന്നോന് തിരിഞ്ഞു നോക്കണ്ട. ഇപ്പൊ AR റഹ്മാൻ ആണെങ്കിലും അദ്ദേഹം ഒരുപാട് വേദികളിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് വായിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അതോട് കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് അഹങ്കാരവും കുറച്ച് ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ തലക്കനം ഇതെല്ലാം കൂടി. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്ത് ഇതുണ്ടെങ്കിലും നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ പോയിട്ട് സഹകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ റാണി മുഖർജി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിവുഡിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നത് പോലെ ഇപ്പൊ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് അവസരങ്ങൾ കുറയുന്നു. അതുമാത്രവുമല്ല, അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഇത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സാധനം അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തിയാണ്. ഉള്ള കാര്യം പറയല്ലോ, എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ അതോടെ ഈ ഒരു ജാടിയും കാര്യങ്ങളും അത് തന്നെ പ്രധാനപ്പെട്ടത്. ഈ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളെ സാധാരണക്കാരനൊന്നും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടൊന്നൊരു മ്യൂസിക് പരിപാടി നടത്താൻ കഴിയില്ല. ഇപ്പോൾ റഹ്മാനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാൾ മലയാളിയാണെങ്കിൽ കേരളത്തിലേക്ക് ഒരു പ്രോഗ്രാമിന് വരണം എന്ന് പറഞ്ഞാൽ അയാൾ വരില്ല. ചിലപ്പോഴേ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കോടികൾ വരുമാനം കൊടുക്കണം. അത് കൊടുക്കാനാണെങ്കിൽ ഇവിടെ ഇല്ല. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴിലായാലും എന്തിനധികം പറയും, നമ്മുടെ അമിതാഭ് ബച്ചൻ മലയാളത്തിൽ ഒരു സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞു. മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു സിനിമയുണ്ട്, കാണ്ടഹാർ എന്നാണ് ഒരു പേര്. പക്ഷെ അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തന്നാൽ മതി എൻ്റെ പൊന്നി രവി എന്നാണ്. കാരണം അയാൾക്കറിയാം, അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന് അറിയാം, ഈ മലയാളം പോലെയുള്ള ഒരു ചെറിയ ഒരു ഇതിൽ വന്നിട്ട് എനിക്ക് 30 കോടിയോ അല്ലെങ്കിൽ 50 കോടിയോ പറയാൻ കഴിയില്ല. നേരെ മറിച്ച് ഹിന്ദിയിലാണെങ്കിൽ എനിക്ക് പറയാം. അതുകൊണ്ട് എൻ്റെ പൊന്നി രവി എന്തെങ്കിലും തന്നാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ പിന്നെ അഭിനയിക്കുന്ന പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തമിഴിലൊക്കെ എന്ന് പറഞ്ഞാൽ കോടികൾ വാങ്ങിക്കുന്നവര് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് മലയാളം വേറെയാണ്, തമിഴ് വേറെയാണ്, തെലുങ്ക് വേറെയാണ്, അതുപോലെ ഹിന്ദി വേറെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും റഹ്മാനെ നമുക്ക് ആർക്കും, ഇപ്പൊ ഞാനൊന്നും നേരിട്ട് റഹ്മാനെ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് പാട്ടുകാരെ ഇപ്പൊ തമിഴിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എന്തിനധികം പറയുന്നത് നമ്മുടെ പിന്നെ ഒരുപാട് പിന്നെ നമ്മുടെ ഇത് ഇളയരാജ സാറിനെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ റഹ്മാനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത് എനിക്കറിയില്ല. പണ്ടൊരിക്കലും എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ചാനലിൽ അവരെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന കേട്ടെങ്കിലും പിന്നീട് അവരും കൊണ്ടുവന്നിട്ടില്ല. അന്ന് എന്തോ പരിപാടി മുടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ പിന്നെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മളൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വേറൊരുത്തും കയറി കളയും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ. ഓരോ മിനിറ്റിനുള്ളിൽ നല്ല നല്ല ടാലന്റുള്ള ആൾക്കാർ. ഇപ്പോഴും ഞാൻ എന്നെ ഇത് സംസാരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ സംസാരങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ വരുന്നത്. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിലും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പുതിയ ആൾക്കാർ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഉറങ്ങാതെ അവിടെ കാവല് കിടക്കണം. പക്ഷേ റഹ്മാൻ സാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറേ അങ്ങ് ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരുപാട് അകന്നുപോയി. ഇനിയിപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാർക്കും പിന്നെന്താ, റഹ്മാൻ ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടക്കും, റഹ്മാൻ ഇല്ലെങ്കിലും സിനിമ നടക്കും. റഹ്മാന്റെ മ്യൂസിക് തന്നെ വേണമെന്നില്ല. പിന്നെ ചില സംവിധായകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാന്റെ മ്യൂസിക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ വന്ന് റഹ്മാനെ വിളിക്കും.
അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരും റഹ്മാനെ വിളിക്കണം, ഇല്ലെങ്കിൽ ഇത് വേണമെന്ന് ഞാൻ ജാട തന്നെയാണ്, വേറെ ഒന്നുമല്ല. അദ്ദേഹത്തെ കാണിക്കില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇനിയിപ്പോൾ കാണാൻ എല്ലാം റെഡിയായി വന്ന 4-5 സെക്രട്ടറിമാർ ഇവരെയൊക്കെ താണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞാൽ ഒരു സംവിധായകൻ തളരും. പണ്ട് പിന്നെ വേറെ ഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ പിടിച്ചൊന്നേ ഉള്ളൂ. ഇനിയല്ല ആര് വരാനിടേ, നിങ്ങളൊന്നും പറയാറുണ്ട്, ഒരാൾ പോലും വരില്ല. ഇങ്ങനെയൊന്നും ചാടിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് റാണി മുഖർജി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ യോഗ്യത തന്നെയാണ്. ആ യോഗ്യത നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. ആ യോഗ്യത നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങ് ഓടിയാൽ പോരാ. കൃത്യമായിട്ട് ആ യോഗ്യത കാത്തു സൂക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് റഹ്മാനിക്ക, നിങ്ങൾക്ക് അവസരങ്ങൾ ഇങ്ങനെ ചൂടപ്പം പോലെ വരും. ജനങ്ങളുമായിട്ട് സംസാരിക്കുക, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി. ഒന്നും സംഭവിക്കത്തില്ല. ഇനി എന്ത് സംഭവിച്ചാലും പോട്ടെ, മനസ്സിലാക്കി. നിങ്ങളൊന്നും ചെയ്യില്ല. നമ്മുടെ ജനങ്ങളുടെ അടുത്തേക്ക് എത്രത്തോളം ഇറങ്ങുന്നു അത്രയും ജനങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ ചേർത്ത് പിടിക്കൂല. നമ്മൾ ജനങ്ങൾ എന്തിനു കബളിപ്പിക്കണം? നമുക്കറിയുന്ന ഒരു കഴിവ് നമുക്ക് ഇഷ്ടംപോലെ ജീവിക്കാനുള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ജനങ്ങളെ സന്തോഷിപ്പിക്കേ, അത് കുറച്ച് പൈസയൊക്കെ കുറച്ച് വാങ്ങിക്കേ. വെറും യാത്രക്കുള്ളതും നിങ്ങളുടെ പ്രോഗ്രാമുള്ളതും മാത്രം വാങ്ങിക്കേ. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ കയ്യിലെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജനങ്ങളെ എടുക്കുന്ന അകലാണ്ടിരിക്കണം, അതാണ് വേണ്ടത്. അവരെപ്പോഴും നമ്മൾ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോഴെല്ലാം ലൈവല്ലേ, ഇപ്പോൾ എത്ര ആൾക്കാരാണ് റിയാലിറ്റി ഷോ വഴിയും അതുപോലെ തന്നെ മറ്റു പല വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റഹ്മാൻ സാറ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു തലക്കനവും പിന്നെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഒരു സാധാരണക്കാരന് എത്തിപ്പെടാൻ കഴിയുന്ന രീതിയിൽ റഹ്മാൻ വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ പിതാവ് അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ തലക്കനമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഇതോ അഹങ്കാരമോ ഒന്നുമില്ലായിരുന്നു. ഇന്നും അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഓർക്കുന്നത് തന്നെ താങ്കളുടെ പാട്ടിലൂടെ തന്നെയാണ്. റഹ്മാന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് പലർക്കും അറിയുകയുള്ളൂ. പക്ഷെ പണ്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെ പറ്റി പറയും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറച്ച് സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരും. ഈ ഒരുപാട് പണങ്ങളോ ഇത് മാത്രമല്ല ജീവിതം. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കുറേ പണം ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമുണ്ട്. ഇപ്പൊ റോയിന്റെ കാര്യം കാണുന്നില്ല, ഒരുപാട് പണമില്ലേ. അയാൾ എന്തെല്ലാം വാങ്ങിച്ചായിരുന്നു. ഇതിന്റെ 56-ാമത്തെ വയസ്സിൽ ഭൂമി വിട്ട് ഓടേണ്ടി വന്നില്ലേ. ഇപ്പോഴും വരുന്ന കഥകൾ കാണുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കയ്യിൽ പണമില്ലേ, ഇനിയിപ്പോ നമ്മൾ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നത്? ഇനി ജനങ്ങളുടെ ഇടയിൽ ആ ഒരു സന്തോഷം കാണുക, അവരുടെ ഇടയിൽ ഇറങ്ങുക, അതാണ് വേണ്ടത്. നമ്മൾ ഏതൊരു പൊതുവായിട്ടുള്ളൊരു പ്രോഗ്രാമിലേക്ക് വാ. ഈ ചിലക്കും മലയാളത്തിലേക്കെല്ലാം വിളിക്കും, മലയാളത്തിലേക്കെല്ലാം വന്നിരിക്കുക, ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും. അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ, അവസരങ്ങളില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് നോക്ക്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റഹ്മാൻ നാളെ മുതൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്ന് പാട്ട് പാടും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകും. ഇന്ന് ധൈര്യത്തോടുകൂടി പറ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ യോഗ്യതയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ യോഗ്യത ഇങ്ങനെയുള്ള തലക്കനങ്ങൾ ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് വേണ്ടത്. അഹങ്കാരം മാറ്റി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് വരും. നന്ദി, നമസ്കാരം.